അമേരിക്കയിൽ 2 ആഴ്ച മുമ്പ് ഒരു വിൻ്റർ സ്റ്റോം ഉണ്ടായി. അതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ താമസിക്കുന്ന ഭാഗത്തും ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. Winter storm watches are posted from Wichita to Little Rock to Dallas down to Austin. We've got our area of high pressure continuing to bring that cold air down. So that Arctic air is moving southward and it's not steadier snow falling. ഇതുപോലൊരു ഐസ് സ്റ്റോം കഴിഞ്ഞ പ്രാവശ്യം വന്നത് 20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഈ സ്റ്റോമിൻ്റെ ഇമ്പാക്ട്സ് ഫുഡ് ഷോർട്ടേജ്, പവർ ഔട്ടേജ്, നോ ട്രാൻസ്പോർട്ടേഷൻ, നോ വാട്ടർ സപ്ലൈ. ഈ വീഡിയോയിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യം ഫുഡ്. ഞങ്ങൾ നേരെ പോയത് വാൾമാർട്ടിൽ പോയി ഫ്രൂട്ട്സും പാക്കേജ് ഫുഡും എല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്തു. ഇവിടെ കറണ്ട് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരുടെ വീട്ടിലും ഇലക്ട്രിക് സ്റ്റൗവാണ്. കറണ്ട് പോയാൽ ഞങ്ങൾക്കൊന്നും പാചകം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ കറണ്ടും പോകത്തില്ല. അതുകൊണ്ട് എന്തൊക്കെ മേടിക്കാൻ പറ്റിയോ അതെല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വീട്ടിലെത്തി. വൈഫ് ലെമൺ റൈസ് ഉണ്ടാക്കി. അത് ഞങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് 2-3 ദിവസത്തിന് ഞങ്ങൾക്ക് കഴിക്കാനുള്ള വകയായി. ഇടയ്ക്കൊന്ന് വെളിയിൽ പോയി നോക്കി ക്ലൈമറ്റ് എവിടം വരെ എന്നറിയാൻ. എമർജൻസി ലൈറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചു. ഇടയ്ക്ക് പിന്നെയും പോയി നോക്കി കാലാവസ്ഥ മാറാൻ തുടങ്ങിയോ ഇല്ലോ എന്നറിയാൻ വേണ്ടി. ഈ സമയം എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പേടിയും ഉണ്ട്. സ്റ്റേറ്റ് എമർജൻസി ആയിരുന്നു, എന്നാലും ഒരു ഡ്രൈവിന് അങ്ങ് ഇറങ്ങി. ഇവിടുത്തെ ക്ലൈമറ്റ് ഫോർകാസ്റ്റിംഗ് ഒത്തിരി അക്യുറേറ്റാണ്. ഇതുപോലത്തെ നേരങ്ങളിൽ ഇങ്ങനത്തെ ആപ്സ് വഴി കിട്ടുന്ന ഇൻഫർമേഷൻസും ഒത്തിരി യൂസ്ഫുള്ളാണ്. റോഡിലെങ്ങും ആളേ ഇല്ല, പൊതുവെ കുറവാണ്. അന്നാണെങ്കിൽ ഒട്ടുമില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാറോ 2 കാറോ നമുക്കങ്ങനെ കാണാം, അല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു റോഡിൽ. അങ്ങനെ വീടെത്തി. കുറച്ച് പേര് അവരുടെ കാറ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, ഐസ് സ്റ്റോമിൽ ഡാമേജ് ആകാതിരിക്കാൻ. പിന്നെ ഒരു വെതർ ചെക്ക് നടത്തി. പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടില്ല. രാത്രിയിൽ വീടിൻ്റെ പുറത്തിറങ്ങി ഒന്ന് നോക്കി. നല്ല തണുപ്പ് തോന്നി, പക്ഷേ ഐസ് സ്റ്റോമിൻ്റെ ഒരു ലക്ഷണവും കണ്ടില്ല. രാത്രിക്ക് ഒരു ചെക്കും കൂടെ ചെയ്യാമെന്നോർത്ത് പിന്നെ വീട്ടിൽ കയറി. ഇരുട്ടുന്നതിന് മുമ്പ് സംഭവം ഇങ്ങെത്തി. ചെറുതായിട്ട് ഐസ് മഴ വീഴാൻ തുടങ്ങി. രാത്രിയായപ്പം ഈ സ്റ്റോമിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങ് കൂടി. കുറച്ച് സമയം കൊണ്ട് ഏരിയ മൊത്തം അങ്ങ് കവറായി സ്നോ കൊണ്ട്. ഈ സമയത്ത് എൻ്റെ ടെൻഷനും കൂടി. പവർ ഔട്ടേജ് ആയെങ്കിൽ വീടിൻ്റെ ഹീറ്റിംഗ് സിസ്റ്റം നിന്നുപോകും. ഇൻ കേസ് ലൈറ്റ് പോയെങ്കിൽ വീടിൻ്റെ ജനലെല്ലാം ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്തു ഇൻസുലേഷന് വേണ്ടി. ഈ സമയത്ത് വെളിയിലത്തെ ടെമ്പറേച്ചർ -10 മുതൽ -15 ആയി. ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നും കൂടെ വെളിയിൽ പോയി നോക്കി. മൊത്തം ഇങ്ങനെ നല്ല സ്നോ പൊതിഞ്ഞ് ഏരിയ മൊത്തം നിറഞ്ഞു നിന്നു. രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കി. ഇതായിരുന്നു വ്യൂ. ന്യൂസ് ചാനലുകളിൽ പറഞ്ഞ പോലെയോ ഫ്രണ്ട് സർക്കിൾസിൽ ഡിസ്കഷൻ നടന്ന പോലെയോ ഒന്നും സംഭവിച്ചില്ല. ഇത് എല്ലാം വർഷത്തെ പോലെ ഒരു സ്നോഫോൾ. പക്ഷേ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ നോർത്ത് സൈഡിൽ വലിയ ഇമ്പാക്റ്റ് ആയിരുന്നു. അവിടെ പവർ ഔട്ടേജസ് ആയി. ആയിരക്കണക്കിന് വീടിൻ്റെ പവർ ലൈനും ബ്രേക്കായി. ഹൈവേസും റോഡ്സും ബ്ലാക്ക് ഐസ് ആയതിനാൽ എല്ലാം ബ്ലോക്കാണ്. ഇപ്പോഴെല്ലാം നോർമലായി വരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഫാമിലി ടൈമിന് വേണ്ടിയേ വീടിൻ്റെ വെളിയിലിറങ്ങി. ഫൺ ടൈം. ഈ ലേക്ക് സൈഡ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ബാക്ക് സൈഡാണ്. ഇവിടെ ഞങ്ങൾ ദിവസം വാക്കിന് വരും, പിള്ളേരുമായിട്ട് സൈക്ലിങ്ങിന് വരും. ഇവിടെ കുറേ പേര് സ്കേറ്റ്സ് ചെയ്യും, ഫിഷിങ് ചെയ്യും, ഉള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യും. ഇപ്പം എല്ലാം വ്യൂ മാറി. ഇത് ഞങ്ങൾ എപ്പോഴും കാണുന്ന വ്യൂ അല്ല. ഇത് വിൻ്റേഴ്സിൽ വരുന്ന ഒരു 1-2 ആഴ്ചയിൽ ഇതുപോലെ ഇങ്ങനെ സ്നോ വീണ് കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ
വ്യൂസ് മൊത്തം അങ്ങ് മാറും. അത് വൈഫ്, പുള്ളിക്കാരി വീഡിയോ കോളിൽ അമ്മയെ ഈ വ്യൂസ് കാണിക്കുന്ന രംഗമാണ്. ഇത് കാണുന്ന സുഖമേ ഉള്ളൂ. ഈ സ്നോ ഒരു 5 മിനിറ്റ് നല്ല രസമാണ്. അത് കഴിഞ്ഞ് എങ്ങനെയും വീടെത്താൻ നോക്കും നിങ്ങൾ. എല്ലാ വർഷവും ഈ ലേക്ക് വിൻ്റേഴ്സിൽ മൊത്തം കംപ്ലീറ്റ് ഫ്രീസാണ്. അതിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കാനും പറ്റും. വിൻ്റേഴ്സിൽ അമേരിക്കൻസ് സ്ലെഡുമായിട്ട് വരും, എന്നിട്ട് അവരിവിടെ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും. നമുക്ക് കാണുമ്പോൾ ചില റിസ്ക്കിയാണ്, പക്ഷെ അവർക്കത് യൂസ്ഡ് ആണ്. നല്ല രസമാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ കാണുന്നത്. നമുക്ക് ഈ പരിപാടി ചെയ്യണമെങ്കിൽ അങ്ങ് നോർത്തിൽ പോകണം, കാശ്മീർ, മണാലി, ഷിംല. ഇവർക്ക് വീടിൻ്റെ വാല് തുറക്കുക, വീടിൻ്റെ ബാക്ക് സൈഡിൽ പോവുക, അവിടെ സ്ലെഡും എടുത്തുകൊണ്ട് വരിക, ഈ ആക്ടിവിറ്റി അങ്ങ് ചെയ്യുക. അമേരിക്കയിലെ ഈ സ്റ്റേറ്റിൻ്റെ ഏറ്റവും നല്ല പാട്ട് ഇതാണ്. ഇവിടെ മഴയും തണുപ്പും ചൂടും എല്ലാം ഒരുപോലെയാണ്. ഈ സ്ലെഡിങ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ചെയ്യാൻ തോന്നും, പക്ഷെ വേണ്ട, വെള്ളം പറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ പണിയാണ്. ഈ പണി എന്ന് പറയുമ്പോൾ മെഡിക്കൽ സിസ്റ്റമാണ്. അതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം -5 ആയിരിക്കും ടെമ്പറേച്ചർ, പക്ഷേ കാറ്റ് കാരണം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് നേരം ഫാമിലിയുമായിട്ട് ഫൺ ആക്ടിവിറ്റിയും ചെയ്ത് എൻജോയ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ പൊന്നെ മതിയായി. ഇനി വീട്ടിൽ പോയി ഒരു നല്ല ചൂട് ചായയും കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. സ്നോ വീണ് കഴിയുമ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയൊക്കെ കാണാൻ നല്ല രസമാണ്. സ്നോ സീസണിൽ ഞങ്ങളുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഫോട്ടോ സെഷൻസ്. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വാക്കിന് പോയി. ഈ പ്രാവശ്യം ദൃശ്യം മൊത്തം മാറി. സ്നോ എല്ലാം ഉരുകി, പക്ഷേ ലേക്ക് ഇപ്പോഴും ഫ്രോസൺ ആണ്. ടെമ്പറേച്ചർ ഇപ്പോഴും മൈനസിലാണ്. മൈനസ് എന്ന് പറയുമ്പോൾ -7. അടുത്ത 2 ആഴ്ച ഇതുപോലെ തന്നെ ആയിരിക്കും. ഇതേ തണുപ്പ്, മൈനസിൽ ടെമ്പറേച്ചർ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഹോപ്പ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.